ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരു കാലഘട്ടത്തിൽ പ്രഭാഷണ വേദികളിൽ സ്വലാത്ത് കൊണ്ട് ഇതിഹാസം രചിച്ച, പാതിരാ നേരത്തോളം സുബഹിക്കടുത്തോളം സമയത്ത് പോലും സ്വലാത്ത് കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ആരംഭ റസൂലിന്റെ സ്വലാത്ത് ചെല്ലാതെ മുത്തുനബി തങ്ങളുടെ പേര് കേട്ടിട്ട് മിണ്ടാതിരിക്കുമ്പോ നമ്മൾ ചിന്തിക്കണേ, നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് സ്വലാത്താണ് പരിഹാരം. നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മാറാൻ, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന മനസ്സിന്റെ ഉള്ളറയിൽ ആരോടും പറയാതെ പാതിരാവിന്റെ നേരങ്ങളിൽ പടച്ച തമ്പുരാനോട് നാം കരഞ്ഞുകൊണ്ട് പറയുന്ന പ്രശ്നങ്ങളില്ലേ, അതൊക്കെ മാറാനുള്ള പരിഹാരം സ്വലാത്താണ്. അത് അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് പറയുകയാ. നിങ്ങൾക്കറിയില്ലേ, അബ്ദുൽ നാസർ മഅദനി 2 ദിവസങ്ങളായി അനൗൺസ്മെന്റിൽ മുഴുവനും അബ്ദുൽ നാസർ മഅദനി എന്ന പേര് കേട്ടിട്ട് ആ പ്രിയപ്പെട്ട മഅദനി ഉസ്താദിനോടുള്ള ഹുബ്ബ് കൊണ്ട് ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടിയ ഉമ്മ, എത്രത്തോളം പരീക്ഷണങ്ങളാ, ശരീരത്തിന്റെ പല ഭാഗത്തും പല വിധത്തിലുള്ള എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങളല്ല കൊടുത്തിട്ടും ഭരണകൂട ഭീകരതകൾ കടിമപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടും നല്ല യൗവനത്തിന്റെ ഒരു പുരുഷായുസിന്റെ മുഴുവൻ ഭാഗങ്ങളും ജയിലറയിൽ ഹോമിക്കപ്പെട്ടിട്ടും അതൊക്കെ പരീക്ഷണങ്ങളുണ്ടായിട്ടും ഇതെല്ലാം മാറ്റിവെച്ചത് മുത്തുനബിയോടുള്ള സ്വലാത്ത് കൊണ്ടാ. നാം ഒന്ന് ചിന്തിക്കുക, നമുക്ക് ചെറിയൊരു തലവേദന വന്നാൽ, നമ്മുടെ ശരീരത്തിനൊരു രോഗം വന്നാൽ തളർന്ന് കിടന്നിട്ട് റബ്ബിനെ കുറ്റം പറയുന്ന ഉമ്മ, എത്ര രോഗങ്ങളാ ഉസ്താദിന് കൊടുത്തത്, എന്നിട്ടും തളരാതെ ഇന്നും പിടിച്ചു നിൽക്കുന്നതിന്റെ പിന്നിലെ ഒരേ ഒരു ആയുധമാണ് സ്വലാത്ത്. ആരംഭ റസൂലിനോടുള്ള സ്വലാത്ത്. അബ്ദുൽ നാസർ മഅദനി എന്ന പ്രിയപ്പെട്ട ഗുരുവര്യനെ അൻവാർ ശേരിയിൽ അടുത്തറിയുന്നത് കൊണ്ട് പറയുക, എനിക്ക് ഈ സ്വലാത്ത് ചെല്ലാതിരിക്കുന്നത്, കാരണം എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു സ്വലാത്ത് ചെല്ലണം, നമുക്കൊരു ആവേശമാകണം സ്വലാത്ത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവസാന സമയത്ത് കർണാടകയിലെ കേസിന്റെ ഒരുപാട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അൻവാർ ശേരിയിലേക്ക് മടങ്ങി വന്നപ്പോൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരുപാട് വർഷങ്ങൾ ഒരു കുടുംബമാണ് അൻവാർ ശേരി. അവിടെയുള്ള മക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് വർഷങ്ങൾ കർണാടകയിൽ കിടന്നിട്ട് അവസാനം അൻവാറിലേക്ക് മടങ്ങി വരുമ്പോൾ നാം സ്വന്തമായി ചിന്തിക്കുക, നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ മക്കളുമായി, അൻവാറിന്റെ മക്കളുമായി, സ്വന്തം സ്ഥാപനമാണ്, എന്തൊക്കെ പറയാനുണ്ടാകും. ആ അവസരത്തില് ഞാൻ എന്നും ചിന്തിക്കുന്നു, ഉസ്താദിന്റെ പ്രവാചകനോടുള്ള പ്രണയം, ഹബീബായ മുത്തുനബിയോടുള്ള സ്നേഹം. ഞങ്ങളെയൊക്കെ റൂമിൽ വിളിച്ചു, എന്നോടൊപ്പം ആഷിഖ് മുസ്ലിയാർ, ഞങ്ങൾ പലരുമുണ്ട്, ഞങ്ങളെ റൂമിലേക്ക് വിളിച്ചിട്ട് ഇത്രത്തോളം വർഷം കഴിഞ്ഞിട്ട് അൻവാറിലേക്ക് മടങ്ങി വരികയാണ്. ആ സമയത്ത് ഉസ്താദിന്റെ റൂമിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളെയൊക്കെ ചേർത്തിരുത്തിയിട്ട് ആരംഭ റസൂലിന്റെ സ്വലാത്തിനെ കുറിച്ചാണ് പ്രിയപ്പെട്ട ഉസ്താദ് ആദ്യമായി പറഞ്ഞത്. എന്നിട്ട് മുത്തുനബി തങ്ങളുടെ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ചരിത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. മറ്റൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും ചർച്ചയില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അൻവാറിലേക്ക് മടങ്ങി വന്നിട്ട് ഞങ്ങളെ ചേർത്തിരുത്തിയിട്ട് പറഞ്ഞത്, ഒരിക്കൽ മഹാനായ അബൂബക്കർ, ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല, സ്വലാത്തിന്റെ മഹത്വം എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്ന് പറയുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, അബൂബക്കറേ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നിന്റെ കാര്യമേതാ, നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ആരംഭ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അന്നളിറത്തു ഇലാ വജ്ഹിക വൽ ജുലൂസു ബൈന യദൈക വ ഇൻഫാഖു മാലി ലദൈക യാ റസൂലല്ലാഹ്. അന്നളിറത്തു ഇലാ വജ്ഹിക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് ഹബീബേ. 14-ാം രാവിലെ ചന്ദ്രൻ പോലും തോറ്റുപോകുന്ന എത്രയോ ആശിഖീങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു നേരം ആ മുഖം കാണാതിരിക്കുന്നതിൽ വിഷമിച്ച് കരഞ്ഞു
പോയെങ്കിൽ ആരംഭ റസൂലിന്റെ സഹാബാക്കൾ ഇശാ നമസ്കാരത്തിന് ശേഷം പരിശുദ്ധമായ മുത്തുനബിയുടെ മദീനയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് തിരിച്ച് സുബഹിക്ക് തിരിച്ചു വരുന്നവരാ. ആ സഹാബാക്കൾ പോലും ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് മനസ്സിൽ വിഷമമാ. ഈ രാത്രിയിൽ മുത്തുനബിയുടെ മുഖം കാണാൻ കഴിയില്ലല്ലോ അല്ലാ. പരിശുദ്ധമായ സിറാജുൽ ഹുദയുടെ മജ്‌ലിസിലിരുന്നിട്ട് ആരംഭ റസൂലിന്റെ ചരിത്രം കേൾക്കുന്ന ഉമ്മ അബൂബക്കർ തങ്ങൾ പറയുകയാണ്, അന്നളിറത്തു ഇലാ വജ്ഹിക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് നബിയേ. വൽ ജുലൂസു ബൈന യദൈക, വൽ ജുലൂസു ബൈന യദൈക, അങ്ങയുടെ കൂടെ ഇരിക്കലാണ് നബിയേ. വ ഇൻഫാഖു മാലി ലദൈക യാ റസൂലല്ലാഹ്, അങ്ങ് പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കലാണ് ഹബീബേ. ഈ മൂന്ന് കാര്യമാണ് ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദ് വർഷങ്ങൾക്ക് ശേഷം അൻവാറിലേക്ക് മടങ്ങി വന്നിട്ട് ഞങ്ങൾ നിർബന്ധമായും കാണാതെ പഠിപ്പിച്ചു. ഞാൻ അന്ന് പഠിച്ചതാണിത്. പിന്നീടുള്ള നസീഹത്തുകൾ ഞങ്ങളെ വിളിച്ചിട്ട് ഓരോരുത്തരെയും വിളിച്ചിട്ട് ചോദിക്കും. ഈ ചോദിക്കുന്ന സമയത്ത് ധാരാളം രോഗങ്ങളുണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഉസ്താദിന് വേണ്ടി. ഇന്ന് പ്രിയപ്പെട്ട സിറാജുൽ ഹുദയുടെ സഹോദരങ്ങൾ പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്റെ പേരിലും നല്ല മനോഹരമായ ഹദിയ അയച്ചിട്ടുണ്ട്. ഉസ്താദ് ഈ സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ തന്നെ ഉസ്താദിനെ ഞാൻ അറിയിച്ചെന്ന് പറഞ്ഞാൽ ഉസ്താദുമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ട് നമ്മുടെ സിറാജുൽ ഹുദയുടെ കാര്യം പറഞ്ഞിട്ട് ദുആ വസിയത്ത് ചെയ്തിട്ടാണ് ഞാൻ ഈ സദസ്സിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഉസ്താദ് ഇത്രത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു സ്ഥാപനം നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു പിതാവാണ് അബ്ദുൽ നാസർ മഅദനി എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ പിതാവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പിതാവ് മരണപ്പെട്ടാൽ പിതാവില്ലാത്ത വീടിന്റെ അവസ്ഥ നമുക്കറിയാം. അത്തരത്തിൽ അൻവാറുശ്ശേരി എന്ന സ്ഥാപനം തുടങ്ങി അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ് അബ്ദുൽ നാസർ മഅദനി കാലാഗ്രഹത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് ആ സ്ഥാപനത്തിന് എന്ത് തളർച്ച വന്നു. ഇന്നും നൂറുകണക്കിന് ആലിമീങ്ങൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം ഒരുപോലെ പഠിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ നാം നോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നു. കേവലം ഖുർആനും ഹദീസും മാത്രം പഠിച്ച് നടക്കുന്നവരല്ല. നാം അവിടേക്ക് വന്നാൽ അറിയാം, ഖുർആനിനോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസം പഠിക്കുന്ന മക്കളുണ്ട് അവിടെ. കിതാബിനോടൊപ്പം ഡിഗ്രിയും പിജിയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അവരെ. നമുക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസം അവിടെ പഠിക്കാം, ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റികൾ അവിടെ പഠിക്കാം. അതിനൊന്നും അൻവാറുശ്ശേരി തടസ്സമല്ല. പക്ഷെ ഇതൊക്കെ അവിടെ നടക്കുമ്പോഴും ഈ പറയുന്ന സന്ദർഭത്തിലും പ്രിയപ്പെട്ട മഅദനി ഉസ്താദ് രോഗത്തിന്റെ അവസ്ഥയിൽ എറണാകുളത്ത് വിഷമത്തോടെ കഴിയുകയാണ്. എറണാകുളത്ത് വിഷമത്തോടെ കഴിയുന്ന അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അള്ളാഹു ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു ഉസ്താദിന് ശിഫ കൊടുക്കട്ടെ. അപ്പൊ ഈ ഒരു അവസരത്തിലും ആ സ്ഥാപനം ഇത്രത്തോളം ഉയർന്നു വരാനുള്ള കാരണം രണ്ട് വിദ്യാഭ്യാസങ്ങളും ഒരുപോലെ പഠിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം. ഇന്നത്തെ ട്യൂട്ടോറിയലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നാം പഠിക്കുന്ന മക്കളുടെ ഫീസിന്റെ അവസ്ഥ നമുക്കറിയാം. ഒരു മാസം ആയിരക്കണക്കിന് പൈസ കെട്ടിവെച്ചിട്ടാണ് പല സ്ഥാപനങ്ങളിലും മതഭൗതികമായ പല സ്ഥാപനങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കുന്നത്. നാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അൻവാറുശ്ശേരിയിൽ ഇരു വിദ്യാഭ്യാസവും ഒരുപോലെ ധാരാളം മക്കൾ പഠിക്കുമ്പോഴും ചെറിയ ക്ലാസ് മുതൽ 4ാം ക്ലാസ് മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ തുടങ്ങി പലതരത്തിലുള്ള മേഖലകളിൽ പഠനം നടത്തുമ്പോൾ ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരെയുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുമ്പോൾ ഇവരൊക്കെ അവിടെ പഠിച്ചിട്ട് ആ സ്ഥാപനം ഇന്നും ഉയർന്നു നിൽക്കാനുള്ള കാരണം ആരംഭ റസൂലിന്റെ പേരിലുള്ള സ്വലാത്താണ്. അതുകൊണ്ട് മഅദനി ഉസ്താദിന്റെ ആ പ്രിയപ്പെട്ട സ്ഥാപനത്തിൽ പഠിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ സിറാജുൽ ഹുദയുടെ സദസ്സിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഹുബ്ബിൻ നബി പറയാനുള്ള കഴിവ് അല്ലാഹു തന്നത്. അതുകൊണ്ടൊരൊക്കെ സ്വലാത്ത് ചൊല്ലണേ. ആരൊക്കെ തളർത്താൻ ശ്രമിച്ചാലും, ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ ആ ശബ്ദത്തിനെ തകർത്ത് കളയാൻ ശ്രമിച്ചാലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് മഅദനിമാര് പ്രഭാഷണ വേദികളിൽ ഇന്ന് മുത്ത് റസൂലിന്റെ
റസൂലിന്റെ പേര് പറയുന്നെങ്കിൽ അത് മുത്തുനബിയോടുള്ള ഹുബ്ബ് വെച്ചത് കൊണ്ടാ. അതുകൊണ്ടൊന്നുറക്ക സ്വലാത്ത് ചൊല്ലിക്കേ. മൽഹറുല്ലത്തമായ റസൂലുള്ളാഹി, സ്വാദിഖുൽ മസ്ബൂഖായ റസൂലുള്ളാഹി, ഉറക്ക സ്വലാത്ത് ചൊല്ലണേ മക്കളെ. മുത്തുനബിയെ കുറിച്ച് ഇത്രത്തോളം പറഞ്ഞിട്ടും ഇനിയും നാവിൻ തുമ്പിലൂടെ സ്വലാത്ത് വന്നില്ലെങ്കിൽ, പരിശുദ്ധ റബീഉൽ അവ്വലിലും സ്വലാത്ത് വന്നില്ലെങ്കിൽ നാം എന്ത് പ്രവാചക പ്രണയ. നാളെ നമ്മുടെ ഖബറിന്റെ ഉള്ളിലേക്ക് ആരംഭ റസൂലിന്റെ മുഖം കൊണ്ട് കാണിച്ചിട്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോ അന്ന് സിറാജുൽ ഹുദയുടെ വേദിയിലിരുന്നു കൊണ്ട് എനിക്ക് അവശതയുണ്ടായിട്ടും മുത്തുനബിയുടെ പേര് കേട്ടപ്പോ സ്വലാത്ത് ചൊല്ലിയ ആ പരിചയം വെച്ചിട്ട് നമുക്ക് പറയണ്ടേ, എന്റെ ഹൃദയത്തിന്റെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ മൽഹറുല്ലത്തമായ റസൂലുള്ളാഹി, ഉറക്കെ സാദിഖുൽ മസ്ബൂഖായ റസൂലുള്ളാഹി. ഒരുപാട് 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 വിശ്വാസികൾക്ക് പരിശുദ്ധമായ മദീനത്തേക്ക് എത്തിച്ചേരാനുള്ള പ്രവാചകാനുരാഗത്തിന്റെ പ്രകീർത്തനമായ റസൂലുള്ളാഹി. കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞിന്റെ ഖബറിന്റെ മുഖത്ത് മണ്ണ് വാരി കയ്യിൽ വെച്ചിട്ട് ആരെങ്കിലും ഈ പൊന്നുമോളെ വളർത്തിയാൽ ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ കാതലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം